السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ആദരണീയരായ ശ്രോതാക്കളെ, ഞാനൊരു യാത്രയിലായതുകൊണ്ട് 2-3 ദിവസം ക്ലാസ് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇന്നത്തെ ക്ലാസ് നാം ധരിക്കേണ്ട വസ്ത്രങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞു. അത് ടൈറ്റ് ഫിറ്റായാലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെപ്പറ്റി, ദോഷങ്ങളെപ്പറ്റിയൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഇനി അതിൻ്റെ കളർ ഏതായിരിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. ഒരുപാട് കളറുണ്ട്, എല്ലാവർക്കും അറിയാം. ആ ഓരോ കളറുകൾക്കും വ്യത്യസ്തമായ ഫായിദകളുണ്ട്, ഫലങ്ങൾ, ആരോഗ്യപരമായ ഫലങ്ങളുണ്ട്. ഏറ്റവും നല്ലത് വെളുത്ത കളറാണ്. വസ്ത്രം ധരിക്കുമ്പോഴേക്ക് വെളുത്ത കളറാണ് ഏറ്റവും നല്ലത്. കാരണം ഈ വെളുത്തതിനെപ്പറ്റി അല്ലാഹു തആല സൂറത്ത് സാഫാത്തിലെ 49-ാമത്തെ ആയത്തിൽ പറഞ്ഞു, കഅന്നഹുന്ന ബൈളുൻ മക്നൂൻ എന്ന് അല്ലാഹു പറഞ്ഞു. ഇങ്ങനെ മറ്റ് പല സ്ഥലത്തും അല്ലാഹു തആല വെളുത്തതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. തിർമിദിയും അബൂദാവൂദും റിപ്പോർട്ട് ചെയ്യുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ തൊട്ട് ഹദീസ് കാണുന്നുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽബസു മിൻ സിയാബിക്കുമുൽ ബയാദ ഫഇന്നഹാ ഖൈറു സിയാബിക്കും വകഫിനു ഫീഹാ മൗതാക്കും. നിങ്ങളെ വെളുത്ത വസ്ത്രം ധരിക്കുക, അത് ഉത്തമമായ വസ്ത്രമാണ് എന്ന് ഹദീസ് കാണുന്നുണ്ട്. ചുരുക്കത്തിൽ വെളുത്ത വസ്ത്രത്തിന് വലിയ പ്രാധാന്യം ഉണ്ട്. ഞാൻ വളരെ ചുരുക്കിട്ടാ പറയുന്നത്. ഇതിന്റെ ശ്രേഷ്ഠതകളെപ്പറ്റി, അതിന്റെ പ്രാധാന്യത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ധാരാളം നമുക്ക് പറയാനുണ്ട്. വളരെ ചുരുക്കിട്ടാണ് പറയുന്നത്. ഇതിനെപ്പറ്റി ഇപ്പോൾ ഗവേഷകർ എന്ത് പറയുന്നു എന്നുള്ളതാണ് നമ്മുടെ ചർച്ചാ വിഷയം. ഡോക്ടർ ഹാൽപ്പൻ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ വിദഗ്ധനായ ഡോക്ടർ അമേരിക്കയിലുണ്ട്. അദ്ദേഹം ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ഹീലിംഗ് യുവർ ലൈഫ്. നിന്റെ ജീവിതത്തെ എങ്ങനെ ചികിത്സിക്കാം എന്ന് പറഞ്ഞിട്ട്, അതായത് ചികിത്സിക്കേണ്ട രൂപങ്ങളെ പറ്റിയൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം കളറിനെ പറ്റി പറയുമ്പോഴേക്ക് അവിടെ പറഞ്ഞത് വൈറ്റ് ഇൻക്രീസസ് ക്രിയേറ്റീവ് ഐഡിയാസ്. നമുക്ക് വളരെ ഫലപ്രദമായ ക്രിയേറ്റീവായ ഐഡിയാസുകളെ അത് അധികരിപ്പിക്കുന്നു വെളുത്ത കളർ എന്ന് അദ്ദേഹം പറയുന്നു. കൂടാതെ അദ്ദേഹം പറയുന്നത് ഇറ്റ് ക്രിയേറ്റ് ക്ലാരിറ്റി, നമുക്ക് നല്ല ക്ലാരിറ്റി അത് തരുന്നുണ്ട്. റിമൂവ്സ് ഒബ്സ്ട്രക്ഷൻസ്, എല്ലാ തടസ്സങ്ങളെയും അത് നീക്കുന്നുണ്ട്. അവിടെ അദ്ദേഹം പറഞ്ഞത് ഇറ്റ് യൂസ്ഫുൾ ഫോർ മെഡിറ്റേഷൻസ്, അത് മെഡിറ്റേഷൻസുകൾക്ക് വളരെ നല്ലതാണ് എന്ന് ഡോക്ടർ ഹാൽപ്പൺ പറയുന്നുണ്ട്. ധ്യാനങ്ങൾക്ക് വളരെ നല്ലതാണ്. ഏറ്റവും വലിയ ധ്യാനമാണ് നമ്മുടെ നിസ്കാരം. ഒരേ അള്ളാഹുവിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ ചിന്തയെ നിസ്കരിക്കുന്നത് നിസ്കാരമാണ്. അപ്പോൾ ഫിഖ്ഹിലും പറയുന്നത് അഫ്ളല്, ഏറ്റവും ഉത്തമം നിസ്കാരത്തില് വെളുത്ത വസ്ത്രമാണ് എന്ന് പറയുന്നു. അപ്പൊ ചുരുക്കത്തിൽ ശാസ്ത്രജ്ഞന്മാരും അങ്ങനെ തന്നെയാ പറയുന്നത്. അദ്ദേഹം പറയുന്നത് സപ്പോർട്ട് സ്പിരിച്വൽ ഗ്രോത്ത് ആൻഡ് ഇന്നർ പീസ്. അത് നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്തിനെ, ഈ ദീനിയായ പുരോഗതിയെയും, അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞതാണ്, നമ്മുടെ മനസ്സിന്റെ സമാധാനത്തെയും അകത്തുള്ള സമാധാനത്തെയും അത് അധികരിപ്പിക്കുന്നു എന്ന് മാത്രമല്ല
എല്ലാ ജാതി പ്രചോദനങ്ങളെയും അതിന്റെ ചാനലുകളെ അത് ഓപ്പൺ ചെയ്യുന്ന പ്രചോദനങ്ങൾ കിട്ടുന്നു എന്നാ പറയുന്നത് ഇതിന്റെ ഫലങ്ങളിൽ. വെളുത്ത വസ്ത്രത്തിനെ പറ്റി, വെളുത്ത വസ്ത്രമോ വെളുത്ത എന്തെങ്കിലും നാം ധരിക്കുന്നു, അല്ലെങ്കിൽ വെളുത്ത മോതിരം ധരിക്കുന്നു, എന്താണെങ്കിലും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ഇപ്പോ മനസ്സിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി അദ്ദേഹം പറഞ്ഞു ഇൻ ബോഡി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, അത് ഞാൻ അതിന്റെ ഉദ്ധരണി വായിക്കാതെ അങ്ങനെ തന്നെ പറയുന്നു, അത് നമ്മെ ശുദ്ധീകരിക്കുന്നു. എല്ലാ ജാതി വെളുത്ത വസ്ത്രം എല്ലാ ജാതി ടോക്സിൻസുകളെ, വിഷാംശങ്ങളെ അത് പുറത്തു കൊണ്ടുവരുന്നു എന്ന് മാത്രമല്ല വെയിറ്റ് ലോസിനും കൂടി അത് സപ്പോർട്ട് ചെയ്യുന്ന പറയുന്നത്. കൂടുതൽ ഭക്ഷണം കഴിച്ചാലും വെളുത്ത വസ്ത്രം ധരിച്ചാലും വെയിറ്റ് ലോസ് ഉണ്ടാകും എന്ന് മാത്രമല്ല ബോഡിയെയും നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും മനസ്സിനെയും അത് ഒന്ന് കൂളാക്കുന്നു, ആശ്വസിപ്പിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. എന്ന് മാത്രമല്ല അവിടെയും അദ്ദേഹം പറഞ്ഞത് വീണ്ടും അത് മെഡിറ്റേഷന് വളരെ നല്ലതാണ് എന്ന് മാത്രമല്ല ഈ ദീനിയായ ഉത്ബോധനങ്ങൾ ചെയ്യുമ്പോഴേക്കും അതിനും നല്ലതാണ്. മെഡിറ്റേഷൻ ആൻഡ് സ്പിരിച്വൽ അവയർനെസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ചുരുക്കത്തിൽ അത് നല്ലതാണ്. മറ്റുള്ള ഒരുപാട് കളറുകൾക്ക് ഒരുപാട് വ്യത്യസ്തമായ അതിന്റെ ഗുണഫലങ്ങളുണ്ട്. ഡോക്ടർ MS കൃഷ്ണമൂർത്തി എന്ന് പറഞ്ഞിട്ട് ആൽവാസ് മംഗലാപുരത്ത് മൂടബിദ്രയിലെ ആൽവാസ് മെഡിക്കൽ കോളേജിന്റെ MD ഡീനാണ്. അദ്ദേഹം 1500-ലധികം ചിലപ്പോൾ 2000-ഓളം അദ്ദേഹം ഇത് സംബന്ധമായി ഹെൽത്തിന് സംബന്ധമായ ആരോഗ്യത്തെ സംബന്ധമായ അദ്ദേഹം ലേഖനം എഴുതിയിട്ടുണ്ട്. വലിയ വലിയ ഗ്രന്ഥങ്ങൾ 10ഓളം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരുപാട് ഗ്രന്ഥം എന്റെ കൈവശമുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ ക്ലോത്തിങ് വെളുത്തത് വളരെ മൊത്തത്തിൽ കളറുകൾ അത് വളരെ വ്യത്യസ്തമായ ഫലങ്ങൾ അതിനുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അത് സുശ്രുത സംഹിതയെപ്പോലെയുള്ള ചരക സംഹിതയെപ്പോലെയുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളുടെ ഉദ്ധരണികൾ എടുത്തിട്ടാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അവിടെ പറയുന്നത് വൈറ്റ് കളർഡ് ക്ലോത്ത്സ്, വെളുത്ത വസ്ത്രങ്ങൾ. അദ്ദേഹം പറയുന്നു നമ്മുടെ മജ്ജക്ക്, മെറോ ഉണ്ടല്ലോ മജ്ജ, അതിനും നമ്മുടെ രക്തത്തിന്റെ ടിഷ്യൂകൾക്കും അത് വളരെ അനുകൂലമാണ് എന്ന് മാത്രമല്ല നമ്മുടെ ശരീരത്തിന്റെ ശക്തിയെ അത് എന്താക്കും, സമ്പുഷ്ടമാക്കും, ശക്തി കൂട്ടും, ക്ഷീണങ്ങളെ അത് ഇല്ലാണ്ടാക്കും. അതുപോലെ തന്നെ ബേണിംഗ് സെൻസേഷനുകളും എരിച്ചലുകളെയും ശരീരത്തിലുള്ള ദാഹങ്ങളൊക്കെ അത് ഇല്ലാണ്ടാക്കും എന്ന് അദ്ദേഹം പറയുന്നു. എന്ന് മാത്രമല്ല നമുക്ക് നല്ല ഭംഗി നമ്മുടെ ശരീരത്തിന് അത് നൽകും. എന്നിട്ട് അദ്ദേഹം പറയുന്നു നമ്മുടെ മനസ്സിന് ഒരു ആനന്ദം, ഒരു ആഹ്ലാദങ്ങൾ അത് ഉണ്ടാക്കും, ഒരു സന്തോഷം അത് കൊണ്ടുവരും എന്ന് മാത്രമല്ല പിത്തത്തിനും വാദത്തിനും ആ ബുദ്ധിമുട്ടിനെ ഒന്ന് സമാധാനിപ്പിക്കാനും അത് നല്ലതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇങ്ങനെ നോക്കിയാൽ ഡോക്ടർ കെൻഡ്രാച്ചെറി എഴുതിയ വലിയ ലേഖനമുണ്ട് ഇതിനെപ്പറ്റി. വൈറ്റ് വെളുത്തതിനെ പറ്റി, വെളുത്ത കളറിനെ പറ്റി കെൻഡ്രാച്ചെറിയും ഒരുപാട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഫലങ്ങള്, ഇതിന്റെ മെഡിക്കൽ ബെനിഫിറ്റ്സുകളെ പറ്റി, ഗുണഫലങ്ങളെപ്പറ്റി കെൻഡ്രാച്ചെറിയും ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പരിശോധിച്ചാൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ ഡേവിഡ് ഫ്രേവിലി ഒരുപാട് അഗ്രഗണ്യനായ ഒരു മെഡിക്കൽ എക്സ്പെർട്ട്, അദ്ദേഹത്തിന് അലോപ്പത്തിക്കിലും ചൈനീസ് മെഡിസിനിലും അതേപോലെ തന്നെ ആയുർവേദിക് മെഡിസിനിലും ഒരു അഗാധ പാണ്ഡിത്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഈ കളറുകളെ പറ്റി അദ്ദേഹത്തിന്റെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്, അതിന്റെ ഗുണങ്ങളെപ്പറ്റി. ചുരുക്കത്തിൽ ഞാൻ പറയുന്നു, വെളുത്ത കളറ് ധരിക്കണം. നിസ്കാരങ്ങളിൽ നമുക്ക് എങ്ങനെയും അല്ലാത്ത സമയത്തും ധരിക്കണം, അത് ഉത്തമമാണ്. അതുകൊണ്ട് മറ്റുള്ള കളറുകൾക്ക്
പ്രത്യേകത ഇല്ല എന്നല്ല പറയുന്നത്. ഓരോ കളറുകൾക്കും പ്രത്യേകതകൾ ഉണ്ട്. ഇതിന് ഈ വെളുത്ത കളറിന് നമുക്ക് അനുകൂലമായ, നമുക്ക് ആരോഗ്യങ്ങൾ തരുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. അത്തരം കളറുകൾ ധരിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ നിസ്കാരവും നമ്മുടെ എല്ലാ കാര്യങ്ങളും. അത് നമുക്ക് വളരെ അധികം സന്തോഷവും സമാധാനവും തരും എന്ന് മാത്രമല്ല, ഒരുപാട് ആരോഗ്യങ്ങളെ സംബന്ധമായ ഒരുപാട് കാര്യങ്ങളും അത് നമുക്ക് കൊണ്ടുതരും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് പ്രത്യേകം ഉണർത്തുന്നു. അല്ലാഹു തആല നല്ലത് ചെയ്യുവാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.